ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ, അനുദിനം പ്രാർത്ഥിക്കുകയും ദൈവത്തിൻ്റെ വചനം പഠിക്കുകയും ചെയ്ത് നമ്മൾ കൂടുതൽ ദൈവീകരായിട്ട് മാറുന്നുണ്ടോ? എങ്ങനെ നമുക്ക് തിരിച്ചറിയാൻ പറ്റും? അത് തിരിച്ചറിയാൻ എളുപ്പമുള്ള വഴി നമ്മൾ ദൈവിക ഫലങ്ങൾ പുറപ്പെടുവിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് നോക്കുക എന്നുള്ളതാണ്. ദൈവിക ഫലങ്ങൾ നമ്മിൽ വളരുന്നുണ്ടെങ്കിൽ നാം ദൈവികതയിലും വളരുന്നുണ്ട്. അപ്പം അങ്ങനെയെങ്കിൽ എന്താണ് ദൈവിക ഫലങ്ങൾ? ഗലാത്യർക്കെഴുതപ്പെട്ട ലേഖനം 5-ാം അധ്യായം 22-ാം വാക്യം വചനം പറയാണ്, ആത്മാവിൻ്റെ ഫലങ്ങൾ സ്നേഹം, ആനന്ദം, സമാധാനം, ക്ഷമ, ദയ, നന്മ, വിശ്വസ്തത, സൗമ്യത, ആത്മസംയമനം ഇവയാണ്. ഇവയ്ക്കെതിരായി ഒരു നിയമവുമില്ല. അപ്പോൾ ഈ പറഞ്ഞ ആത്മാവിൻ്റെ ഫലങ്ങൾ എന്ന് പറഞ്ഞാൽ സ്നേഹത്തിൽ ഞാൻ വളരുന്നുണ്ടോ? ഒരുപക്ഷെ എന്നെ അല്പമൊക്കെ അസ്വസ്ഥപ്പെടുന്ന വ്യക്തികളെ പോലും സ്നേഹത്തോടെ നോക്കാൻ, കരുണയോടെ നോക്കാൻ എനിക്ക് പറ്റണുണ്ടോ? ആനന്ദം, അതെല്ലാ സാഹചര്യത്തിലും ഉള്ളിൻ്റെ ഉള്ളിൽ ആനന്ദമുണ്ടോ? അതെയോ നന്മയിലും തിന്മയിലൊക്കെ അസ്വസ്ഥതയാണോ എൻ്റെ മനസ്സിൽ? അപ്പോൾ ഈ പറഞ്ഞ രീതിയിൽ ഈ ഓരോ ഫലങ്ങളും അതെടുത്തു വയ്ക്കുക. അത് എന്നിൽ എന്തോരം ഉണ്ട്, എത്ര സമയമുണ്ട്, എത്രത്തോളം ഉണ്ട്, ഇത് പരിശോധിച്ചുകൊണ്ട് നമ്മൾ ദൈവികതയിൽ എന്തോരം വളർന്നു എന്ന് മനസ്സിലാക്കാം, ഇനിയും എന്തോരം വളരേണ്ടിയിരിക്കുന്നു എന്ന് മനസ്സിലാക്കാം. ഈശോ നമ്മെ അനുഗ്രഹിക്കട്ടെ.